ഒരു ഇടവകയുടെ ഒരു ആരാധനാ സമൂഹത്തിൻ്റെ ദൗത്യ യാത്രയിൽ 1.25 നൂറ്റാണ്ട് ദൈവകൃപയുടെ അടയാളമായി നിൽക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ ഒരു സ്തോത്രാർപ്പണമാണ് ഈ ഒരു വർഷമായി ഈ ഇടവക നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. റെനി അച്ഛനും അച്ഛനോടൊപ്പമുള്ള സിജോ അച്ഛനും ഇടവകയുടെ മുഴുവൻ ചുമതലക്കാരും ഒറ്റക്കെട്ടായി സഫലമായി സാർത്ഥകമായി പൂർത്തിയാക്കിയ എല്ലാ ജൂബിലി ഇനീഷ്യേറ്റീവ്സിനും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശതോത്തര രജത ജൂബിലി. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പുന്നക്കാട് ഇമ്മാനുവൽ ഇടവക കഴിഞ്ഞ വർഷമാണ് ശതോത്തര രജത ജൂബിലി ആഘോഷിച്ചത്. അതുകൊണ്ട് ഈ വലിയ കാലഘട്ടത്തിലെ ദൈവകൃപയുടെ നല്ല സ്മരണകളെ ഓർത്ത് പൂർവ്വപിതാക്കളെ സ്മരിച്ച് ദൈവകൃപയുടെ മുൻപിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ശതോത്തര രജത ജൂബിലിയിൽ ഗായക സംഘത്തിൻ്റെ ഇനീഷ്യേറ്റീവ് ഇത്തരത്തിൽ മനോഹരമായൊരു സംഗീത സന്ധ്യയിലൂടെ ഇന്ന് അത് സാർത്ഥകമായി തീരുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന ഗായക സംഘത്തിനും ചുമതലക്കാർക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. സെക്രട്ടറി കൊല്ലയുടെ റോമിനോടൊപ്പം എന്നെ സന്ദർശിച്ച് എന്നെ ഇതിന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്ന ഷീലമാം, മറ്റ് ഇടവകയിലെ ഗായക സംഘത്തിലെ അംഗങ്ങളെ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇന്ന് സേവേറിയസ് അച്ഛൻ്റെ പാട്ട് ഇങ്ങനെ ഒരു കുളിർ മഴ പെയ്തിറങ്ങുന്നത് പോലെ, ഒരു കുളിർ കാറ്റ് വീശി നമ്മെ എങ്ങനെ സന്തോഷിപ്പിക്കുന്ന പോലെ അച്ഛൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അച്ഛനും ഞാനും കൂടെ ഒരുമിച്ച് ഇത്തരത്തിലൊരു സംഗീത സന്ധ്യയിൽ വരാനായിട്ട് ഞങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്, മറ്റു പലരും ആഗ്രഹിച്ചിട്ടുണ്ട്. 1-2 ഒക്കേഷൻസിൽ അതിൻ്റെ എന്തൊക്കെയോ ഡേറ്റുമൊക്കെ മാറിപ്പോയി. ഇന്ന് എനിക്ക് അച്ഛൻ്റെ പാട്ട് അച്ഛൻ്റെ മുമ്പിലിരുന്ന് കേൾക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ഒരു മഴയും എന്ന പാട്ടിൻ്റെ വരികളൂടെ അച്ഛൻ ചേർത്ത് വെച്ച് പാടിയപ്പോൾ തീർച്ചയായും അത് ഹൃദയം നിറഞ്ഞു. ദൈവത്തിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ സെൻറ് തോം കോയർ നിങ്ങളും എൻ്റെ ഹൃദയം നിറച്ചു. കഴിഞ്ഞ ഈസ്റ്ററിലാണ് ദൈവം എനിക്ക് ഈ പാട്ട് തന്നെ, മലമുകളിലെ പൂമരം. അത് ഇത്ര മനോഹരമായും മറ്റൊരു ഗായക സംഘം പാടി കേൾക്കുന്നത് ഇന്നാണ്. താങ്ക് യു വെരി മച്ച്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വേഗം അവസാനിപ്പിക്കാം. കാരണം ഞാൻ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അത് നീണ്ടുപോയാൽ നമ്മൾക്ക് കേൾക്കാനായി നാം ഒരുങ്ങിയിരിക്കുന്ന ലിവിങ്സ്റ്റോൺ ക്വാർട്ടറ്റ് അവരുടെ ഒരു ഈവനിങ്ങിന് അത് തടസ്സമാവും. ഞാനും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഡോക്ടർ ജിതിൻ ആൻഡ് ടീം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് അവരുടെ പാഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഡെഡിക്കേഷൻ നന്നായിട്ടറിയാം. അവരുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ എല്ലാ ബദ്ധപ്പാടുകളുടെയും തിരക്കുകളുടെയും ഇടയിലാണ് അവർ ഈ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് സമയം കണ്ടെത്തുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേക ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹവുമായി തമ്പുരാൻ സ്പർശിക്കട്ടെ എന്ന് തുടർന്ന് പ്രാർത്ഥിക്കും. ഐ സ്റ്റിൽ റിമെമ്പർ നമ്മുടെ 2018 പ്രളയത്തിന് ശേഷമുണ്ടായ ആ കാലഘട്ടത്തിൽ നിങ്ങൾ എന്നെ വിളിച്ച കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന പാട്ട് മനോഹരമായി അതിൻ്റെ ഒരു കോറൽ വേർഷൻ ലിവിങ്സ്റ്റോൺ ക്വാർട്ടറ്റാണ് പബ്ലിഷ് ചെയ്ത്. എൻ്റെ വിചാരം ഇന്നും യൂട്യൂബിൽ വളരെ വ്യൂവർഷിപ്പുള്ള ഒരു വേർഷനാണത്. താങ്ക് യു വെരി മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. ഞാൻ 3 വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. സംഘം, ശ്വാസം, ശേഷം. ഗായക സംഘം ആണ് ഈ ഈവനിങ് ഒരുക്കുന്നത്. ഗായക സംഘത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ അതിൽ ഉള്ള ഒരു എംഫസിസാണ് സംഘം എന്നത്. ഗായകരുടെ സംഘം, അതാണ് ഗായക സംഘം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം
ഇൻഡിവിജ്വലിസം വല്ലാതെ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. അവനവനിസം എന്നൊക്കെ പറയാം. എല്ലാവർക്കും സ്വന്തം കാര്യം, അവരവരുടെ കാര്യം. എന്നാൽ ഒരു സംഘബോധം എന്നത് വേദപുസ്തകത്തിലുടനീളം അടിവരയിട്ട് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ ഒരു സംഘബോധം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് ജനിച്ചു വളർന്ന യഹൂദ ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസിലൂടെയാണ് കർത്താവ് തൻ്റെ സഭയെ പടുത്തുയർത്തിയത്. അപ്പോൾ ഫസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് ആദിമസഭ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഒരു സംഘ വീടുകളിലൊക്കെ കൂടിയ ചെറിയ ചെറിയ ഹൗസ് ചർച്ചസൊക്കെ ഉള്ള ഒരു സംഘബോധത്തിൻ്റെ. അതുകൊണ്ട് ഈ ഒരു സംഘബോധം, ഒരു പാരസ്പര്യം, ഒരു മ്യൂച്വാലിറ്റി ഒക്കെ കൈമോശം വരുന്ന ഒരു കാലഘട്ടത്തിൽ ഗായക സംഘം എന്ന് പറയുമ്പോൾ തന്നെ നാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്താണത്? വി ആർ എ ടീം ആൻഡ് വി ലിസൺ ടു ഈച്ച് അതർ ആൻഡ് വി അപ്രീഷിയേറ്റ് ഈച്ച് അതർ, വി അക്കോമഡേറ്റ് ഈച്ച് അതർ. ഒരു ഗായക സംഘത്തിൻ്റെ ഗാനാലാപം മധുരതരമാവുന്നത് എപ്പോഴാണ്? പാടുന്ന ഓരോരുത്തരും മറ്റുള്ളവരുടെ ശബ്ദം കൂടി കേട്ട് പരസ്പരം ശ്രദ്ധിച്ച് അവരവരുടെ ശബ്ദത്തെ മറ്റുള്ളവരുടെ ശബ്ദത്തോട് ചേർത്ത് വെച്ച് പാടുമ്പോഴാണ്. അതുകൊണ്ട് സംഘം എന്ന വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഐ എം നോട്ട് എലോൺ ആൻഡ് ഐ നീഡ് എവ്രിബഡി എൽസ്. മറ്റുള്ളവർക്ക് എന്നെ ആവശ്യമുണ്ട്, എനിക്ക് മറ്റുള്ളവരെ ആവശ്യമുണ്ട്. നമ്മൾ ആരും ഒറ്റയ്ക്ക് ഒന്നും സാധിക്കാനായിട്ട് പോകുന്നില്ല. അപ്പം ഈ കോറൽ സിംഗിങ്ങിൻ്റെ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ ഒരു റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഉത്തരവാദിത്വം പറഞ്ഞാണ് ഞാൻ ആ വാക്കുകളെ ആരംഭിക്കാം എന്നാഗ്രഹിച്ചത്. 2, ശ്വാസം. ഒരു പാട്ട് പാടാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം ഒരു ബ്രത്ത് എടുക്കും. നല്ല കോയർ മാസ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഈ ബ്രീത്തിങ് എക്സസൈസസ് തരും. എങ്ങനെയാണ് ഡീപ്പ് ബ്രത്ത് എടുക്കേണ്ടത്, ആ എടുത്ത ബ്രത്ത് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ സോ ദാറ്റ് യു ക്യാൻ സസ്റ്റെയിൻ ലോങ് 8 ബാർ 16 ബാർ സസ്റ്റെയിൻ ചെയ്യേണ്ടി ഒരു വരി പാടേണ്ടി വരുമ്പോൾ യു നീഡ് ഡീപ്പ് ബ്രത്ത്. അപ്പോൾ ബ്രത്ത് എന്നതാണ് മ്യൂസിക്കിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഫ്യൂവൽ. ആദിയിൽ ഏദനിൽ തമ്പുരാൻ ആദമിനെ സൃഷ്ടിച്ച് മനോഹരമായി മെനഞ്ഞുണ്ടാക്കിയിട്ട്, എൻ്റെ വിചാരം ദൈവം തന്നെ ഒന്ന് നോക്കിയിട്ട് കൊള്ളാം, മനോഹരമായിരിക്കുന്നു, ഐ ഡിഡ് എ വണ്ടർഫുൾ ജോബ് എന്ന് തമ്പുരാൻ തന്നെ തന്നോട് പറഞ്ഞു. എന്നിട്ടിങ്ങനെ നോക്കി നിന്നു. പക്ഷേ ആദമിന് അനക്കമില്ല. കുറേ നേരം കർത്താവ് നോക്കി നിന്നിട്ടും ആദം അനങ്ങുന്നേ ഇല്ല. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ദൈവം ആദമിൻ്റെ അടുത്തെത്തി അവൻ്റെ മൂക്കിലേക്ക് തൻ്റെ ജീവശ്വാസം ഊതി. നമ്മൾ ഊതണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കണം. എൻ്റെ വിചാരം ദൈവം തമ്പുരാൻ ഉള്ളിലേക്കെടുത്ത തൻ്റെ ജീവശ്വാസമാണ് തമ്പുരാൻ ആദമിൻ്റെ മൂക്കിലേക്ക് ഊതിയത്. ഞാൻ പറയാൻ വരുന്നത്, എവ്രി ബ്രത്ത് ഈസ് ദ ഷെയർ ഓഫ് ദാറ്റ് ഡിവൈൻ ബ്രത്ത് ഓഫ് ലൈഫ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ശ്വസിക്കുന്ന ഓരോ ശ്വാസവും തമ്പുരാൻ്റെ ജീവശ്വാസത്തിൻ്റെ പങ്കാണ് എന്ന ഓർമ്മ. ജനിച്ചപ്പം മുതൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവരാണ് നാം എല്ലാം. എൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ എൻ്റെ നേസൽ ക്യാവിറ്റിയുമായി ബന്ധപ്പെട്ടായിരുന്നു. എനിക്ക് ശ്വാസതടസ്സമായിരുന്നു എൻ്റെ രോഗലക്ഷണം. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡിൽ 2 വർഷത്തോളം നീളുന്ന ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നടത്തിയ ഒരു നിയോഗ വഴിയിൽ ഈ ശ്വാസം എത്ര പാവനമാണ് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചു. ക്യാൻസർ ബാധിതനാകുന്നവരെ ഞാനും നിമിഷം തോറും ശ്വാസോച്ഛ്വാസം ചെയ്തിരുന്നുവെങ്കിലും ഞാനതിൻ്റെ വില അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഓരോ ശ്വാസവും എത്ര വലിയ ദാനമാണ്, എത്ര വലിയ ഗിഫ്റ്റാണ്, എത്ര വലിയ ഭാഗ്യമാണ് എന്ന് ആ രോഗത്തിൻ്റെ അനുഭവം എന്നെയും കുടുംബത്തെയും പഠിപ്പിച്ചു. എവ്രി ബ്രത്ത് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. നമ്മുടെ സംഗീതത്തിൻ്റെ സോഴ്സ്, നമ്മുടെ സംഗീതത്തിൻ്റെ ഫ്യൂവല് നമ്മളിലേക്ക് എടുക്കുന്ന ബ്രത്താണ്. അതേപോലെ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് ഈ ദൈവത്തിൻ്റെ ജീവശ്വാസത്തിൻ്റെ പങ്ക്
അവിടുന്ന് നമ്മെ ഏൽപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഓരോ നിമിഷവും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ നാം പ്രാർത്ഥനയോടെ ആദരവോടെ വേണം ഓരോ ശ്വാസവും സ്വീകരിപ്പാൻ. ബിക്കോസ് വി ഡോണ്ട് നോ അടുത്ത ശ്വാസം നമുക്കുണ്ടോ എന്ന് നമുക്കറിയില്ല, ഇല്ലേ? അപ്പോൾ ഓരോ ശ്വാസവും ദാനമായി നൽകുന്ന ദൈവത്തിൻ്റെ വാത്സല്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പാടാം. മൂന്നാമത്തെ വാക്ക് സംഗീതം. അതാണ് നമ്മൾ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത്. 40-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പാട്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മുടെ വായിൽ വരച്ചു വെച്ച വരദാനമാണ് സംഗീതം. ദൈവം നമ്മുടെ വായിൽ, നമ്മുടെ അധരത്തിൽ വരച്ചു വയ്ക്കുന്നതാണ് സംഗീതം. അത് നമ്മൾ കൈനീട്ടി വാങ്ങുക മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഗായക സംഘത്തിൻ്റെ ഈ ശതോത്തര രജത ജൂബിലി ഇനീഷ്യേറ്റീവിൻ്റെ ഈ സന്ധ്യയിൽ എനിക്ക് നിങ്ങളോട് ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയും നമ്മുടെ അധരത്തിൽ ദൈവം വരച്ചു വെച്ച ആ വരദാനമായ സംഗീതത്തെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുവാനും ദൈവജനത്തിൻ്റെ ആരാധനാ അനുഭവത്തിന് അനുഗ്രഹമായി തീരുവാനും നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ട സമയമാണ് ഇത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യനെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞപ്പോൾ കർത്താവ് യാഗപീഠത്തിൽ നിന്നും തീക്കനലെടുത്ത് അവൻ്റെ നാവിന്മേൽ തൊട്ട് ശുദ്ധമാകാം. നമ്മുടെ അധരത്തിൽ ദൈവത്തിൻ്റെ ശുദ്ധീകരണം സംഭവിക്കുമ്പോൾ അതിലൂടെ അവിടുന്ന് നമ്മുടെ അധരത്തിൽ വരച്ചു വയ്ക്കുന്ന സംഗീതത്തെ വിനയത്തോടെ താഴ്മയോടെ സ്വീകരിക്കണം. ഒരിക്കലും അഹങ്കരിച്ചു പോകുവാൻ ഇടയാവരുത്. എല്ലാ സഭകളിലും അന്വേഷിച്ചാൽ നമുക്കറിയാം, ഈ സാത്താൻ ഏറ്റവും അനായാസേന കടന്നു കയറുന്ന ഒരിടമാണ് ഗായക സംഘം. കാരണം അവൻ ചെന്നിട്ട് പറയും, നിങ്ങൾ ഭയങ്കര പാട്ടുകാരാണ് കേട്ടോ, ഈ പള്ളിയിലെ എല്ലാവരെക്കാട്ടിലും നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട്, നിങ്ങൾ ചെറിയ ആളുകളൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഈ പറഞ്ഞത് ശരിയാണെന്ന്. അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ദൈവകൃപയുടെ അനുഭവം ഉണ്ടാവണം, ഈ ദൈവ വാത്സല്യത്തിൻ്റെ ബോധ്യമുണ്ടാവണം. അഹങ്കരിച്ചു പോവാൻ അനുവദിക്കരുത്. കാരണം ഈ ഒറ്റ ശ്വാസം കഴിഞ്ഞിട്ട് അടുത്ത ശ്വാസം ഉണ്ടോ എന്ന് നമുക്കാർക്കും അറിയില്ല. ആ ശ്വാസമാണ് നമ്മുടെ സംഗീതത്തിൻ്റെ ആധാരമെങ്കിൽ, ആ ശ്വാസം ദൈവത്തിൻ്റെ ജീവശ്വാസത്തിൻ്റെ പങ്കാണെങ്കിൽ നാം എത്രമാത്രം ആദരവോടെ പ്രാർത്ഥനയോടെ വിനയത്തോടെ സ്വീകരിക്കണം. സെൻറ് തോം മർത്തോമ ഇടവകയുടെ ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 126-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടവകയ്ക്ക് എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. നിങ്ങളുടെ സമീപത്തുള്ളൊരു ഇടവകയുടെ വികാരിയായി ഇരിക്കാൻ എനിക്കും അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു 9 വർഷം നമ്മുടെ സഭയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയിൽ ഇരുന്നപ്പോൾ ഐ അപ്രീഷിയേറ്റ് DSMC ടീം ഇവിടെ ഉണ്ട്. അവരാണ് ലൈവ് ടെലികാസ്റ്റ് നോക്കുന്നത്. എല്ലാവർക്കും സ്നേഹവന്ദനം. ആ നാളുകളിൽ ഞാൻ ഒത്തിരി പള്ളികളിൽ പോയപ്പോഴൊക്കെ ഇൻവേരിയബിളി എല്ലാ സൺഡേയിലും ഞാൻ പോയ പള്ളികളിൽ കൊയറിനോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്. അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാറ്റ് ദി അൾട്ടിമേറ്റ് ടാസ്ക് ഓഫ് എ choir is to make the congregation a better choir. ഒരു ഗായക സംഘത്തിൻ്റെ ശുശ്രൂഷയുടെ പരിസമാപ്തി, അതിൻ്റെ ഫലം എന്താവണം എന്ന് ചോദിച്ചാൽ ആ ഇടവകയുടെ ആരാധനാ സമൂഹത്തെ ഒരു മെച്ചപ്പെട്ട ഗായക സംഘമായി രൂപപ്പെടുത്തുക എന്നതാണ് ആത്യന്തികമായി ഒരു ഗായക സംഘത്തിൻ്റെ പ്രയത്നങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. മേക്കിംഗ് ദ കോൺഗ്രിഗേഷൻ എ ബെറ്റർ choir. ഓരോ ഞായറാഴ്ചയിലൂടെ അവരെ പാടാൻ ക്ഷണിക്കുന്നതിലൂടെ, അവരെ പാടാൻ സ്വീകരിക്കുന്നതിലൂടെ, അവരെ ചേർത്ത് നിർത്തി പാടുന്നതിലൂടെ by and by we are building up a grand choir. ആ ഇടവക മുഴുവൻ ചേരുന്ന ഒരു ഗ്രാൻഡ് choir-ആയി ആരാധനാ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് ഒരു സ്വർഗീയമായ ഉത്തരവാദിത്വമാണ്. അതിന് ദൈവം തമ്പുരാൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ
എന്നെയും ഭാഗമാക്കിയതിനുള്ള സന്തോഷം അറിയിക്കുന്നു. തമ്പുരാൻ സമൃദ്ധമായി നമ്മെ അനുഗ്രഹിക്കട്ടെ.